Dear students, have a nice time. In the last class, we studied about deterministic finite acceptors, DFA. Today, we will study about non-deterministic finite acceptors. What's the difference between deterministic and non-deterministic finite acceptors? In a deterministic finite acceptor, we can predict the outcome. That is, in a particular internal state of the machine, if you give a particular input, we can predict the outcome correctly. In a non-deterministic finite acceptor, in a particular state, internal state of the machine, if you give a particular input, there may be many possible outcomes. We cannot predict the outcome precisely. That's the difference between deterministic and non-deterministic finite acceptors. Now let us define an NFA. An NFA, non-deterministic finite acceptor, is defined as M equal to Q sigma delta Q naught F, where Q, sigma, Q naught and F are defined as in DFAs itself, but delta is a function from Q cross sigma union set delta to 2 raised to Q. അതായത് ഡിറ്റർമിനറ്റിക് ഫൈനൈറ്റ് എക്സെപ്റ്റേഴ്സ് ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് ഡെഫിനിഷൻ ഇസ് ക്യൂ സിഗ്മ ഡെൽറ്റ ക്യൂ നോട്ട് എഫ് എന്ന് തന്നെയായിരുന്നു. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽസ് ആണ്. അതായത് സെറ്റ് എ ബി സി അങ്ങനെ എഴുതുന്ന ഇൻപുട്ട് ലാംഗ്വേജിലെ എലമെൻറ്റ്സ് ആണ് സിഗ്മ. ഡെൽറ്റ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ, ക്യൂ നോട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻസ് ആണ്. എഫ് എന്ന് പറയുന്നത് മേ ബി എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് ആയിരിക്കാം. അതിൽ നമ്മുടെ ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് അതിൽ ഉൾപ്പെടുന്ന ഫൈനൽ സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടും. ആണ് ഡി എഫ് എയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എൻ എഫ് എയും ഡെഫിനിഷനിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ആകെ ഡിഫറൻസ് ഉള്ളത് ഇവിടെയുള്ള ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഡി എഫ് എയുടെ കേസിൽ ഡെൽറ്റ വാസ് ഡിഫൈൻഡ് ഫ്രം ക്യൂ ക്രോസ് സിഗ്മ ടു ക്യൂ എന്നായിരുന്നു. അതായത് നമുക്ക് ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ പറയാം ഡെൽറ്റ ഓഫ് ക്യൂ ഐ എ ഈക്വൽ ടു ക്യൂ ജെ. അതായത് ക്യൂ ഐ എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എ എന്ന ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ മെഷീൻ ക്യൂ ജെ എന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതായത് ഡി എഫ് എ ക്യൂ ജെയിലേക്ക് മാറുന്നു. ഇതാണ് ഈ കാണുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ എൻ എഫ് എയുടെ കേസിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഇസ് ഡിഫൈൻഡ് ഫ്രം ക്യൂ ക്രോസ് സിഗ്മ എന്നതിന് പകരം നമുക്ക് ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ ലാംഡ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് സിഗ്മ എന്ന ഇൻപുട്ട് സിഗ്നൽസ് അടങ്ങുന്ന സെറ്റും യൂണിയൻ ലാംഡ, സെറ്റ് ലാംഡ. സോ ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ഡെൽറ്റ, ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഇസ് ക്യൂ ക്രോസ് സിഗ്മ യൂണിയൻ സെറ്റ് ഡെൽറ്റ ടു 2 റേസ് ടു ക്യൂ. ഇതാണ് മറ്റൊരു ഡിഫറൻസ് ഉള്ളത്. ഡി എഫ് എയുടെ കേസിൽ ഡെൽറ്റയുടെ റേഞ്ച് നമുക്ക് ക്യൂ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഡെൽറ്റ ഓഫ് ക്യൂ ഐ എ ചെയ്താൽ കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ അതിന് പകരം ഡെൽറ്റ ഓഫ് ക്യൂ ഐ എ ചെയ്ത് കഴിഞ്ഞാൽ എൻ എഫ് എയുടെ കേസിൽ നമുക്ക് ലഭിക്കുന്നത് എ സെറ്റ് ഓഫ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആയിരിക്കും. അതായത് 2 റേസ് ടു ക്യൂ മീൻസ് ദാറ്റ് സബ്സെറ്റ്സ് ഓഫ് ക്യൂ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ക്യൂവിനെയാണ് നമ്മൾ 2 റേസ് ടു ക്യൂ എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. സോ ഡെൽറ്റ ഓഫ് ക്യൂ ഐ എ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ നമുക്ക് ലഭിക്കുന്നത് സെറ്റ് ക്യൂ ജെ ക്യൂ കെ. ഈ തരത്തിലായിരിക്കും ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എൻ എഫ് എയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഡെൽറ്റ ഓഫ് ക്യൂ ഐ എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എ എന്ന ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ കിട്ടുന്ന വാല്യൂ, ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ജെ ആവാം അല്ലെങ്കിൽ ക്യൂ കെ ആവാം. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം ക്യൂ ക്രോസ് sigma union set lambda to 2 raised to q. Now let us check the differences between DFA and NFA. In a DFA, range of delta is q. ആ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. So that each transition gives a unique state in q. But in a NFA, range of delta is the power set of q. Each transition leads to a set of possible states in q. Example, if the current state is Q1 and the input symbol is A, then delta of Q1A equal to Q0 Q1. This means that either Q0 or Q1 should be the next state of NFA. Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ Q0 ആവാം അല്ലെങ്കിൽ Q1 ആവാം, ലഭിക്കുന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ്. അതാണ് ഒരു ഡിഫറൻസ്. മറ്റൊരു ഡിഫറൻസ്, എൻ എഫ് എ ക്യാൻ മേക്ക് എ ട്രാൻസിഷൻ വിത്തൗട്ട് കൺസ്യൂമിങ് എനി ഇൻപുട്ട് സിഗ്നൽ. അതായത്
ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്യൂ ക്രോസ് സിഗ്മ യൂണിയൻ സെറ്റ് ലാംഡയിൽ നിന്ന് 2⁻⁴ അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഡെൽറ്റ ഓഫ് ക്യൂ നോട്ട് ലാംഡ എന്ന വിധത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ക്യൂ നോട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്യൂ നോട്ട് എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു സിമ്പിളും നൽകിയിട്ടില്ല എങ്കിൽ അതാണ് ലാംഡ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് 0 ആയിട്ടുള്ള സ്ട്രിങ് ആണ് ലാംഡ. ക്യൂ നോട്ട് എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ നമ്മൾ ഒരു സിഗ്നലും നൽകിയിട്ടില്ല എങ്കിലും ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു, ക്യൂ നോട്ടിനെ Q1 കൊണ്ടുപോകുന്നു. അതാണ് ഈ എഴുതിയതിൻ്റെ മീനിങ്. DFAയുടെ കേസിൽ ഇത് പോസിബിൾ അല്ല. സച്ച് എ ട്രാൻസിഷൻ ഇസ് നോട്ട് പെർമിറ്റഡ് ഇൻ എ DFA. NFAയുടെ കേസിൽ നമുക്ക് ഇത്തരത്തിൽ ലാംഡ ട്രാൻസിഷൻസ് നടക്കാറുണ്ട്. ആൻഡ് അനദർ ഡിഫറൻസസ് ഇൻ എ NFA ദ സെറ്റ് ഡെൽറ്റ ഓഫ് QIA മേ ബി എംപ്റ്റി ഓൾസോ. DFAയുടെ കേസിൽ QI എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ നമുക്കൊരു പർട്ടിക്കുലർ ഇൻറ്റേർണൽ സ്റ്റേറ്റ് QJ എന്നൊരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലേക്ക് മെഷീൻ മാറും. പക്ഷേ NFAയുടെ കേസിൽ QI എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മെഷീനിന് ഒരു മാറ്റവും വരണമെന്നില്ല. അതായത് ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണമെന്നേ ഇല്ല. ഇറ്റ് മേ ബി എംപ്റ്റി. ദാറ്റ് ഈസ് ദർ ഇസ് നോ ട്രാൻസിഷൻ ഡിഫൈൻഡ് ഫോർ എ സ്പെസിഫിക് സിറ്റുവേഷൻ. QIയിൽ A എന്ന സിമ്പിൾ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് NFAയുടെ കേസിൽ ഡിഫൈൻ ചെയ്യപ്പെടണം എന്ന് പോലും ഇല്ല. പക്ഷേ DFAയുടെ കേസിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് A, B ആണ് എങ്കിൽ ഓരോ ഇൻറ്റേർണൽ സ്റ്റേറ്റിലും A കൊടുത്താൽ ഏത് സ്റ്റേറ്റിലേക്ക് മെഷീൻ പോകുമെന്നും B കൊടുത്താൽ ഏത് സ്റ്റേറ്റിലേക്ക് മെഷീൻ പോകുമെന്നും നമ്മൾ പറഞ്ഞേ തീരും. പക്ഷേ NFAയുടെ കേസിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എല്ലാ കേസസും ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. So these three are the major differences of DFA and NFA. We had drawn the transition graphs of DFA. Here we are going to study about the transition graphs of NFA. NFAs can also be represented by transition graphs. The vertices are determined by the internal states in Q. DFAയിൽ പറഞ്ഞ പോലെ തന്നെ NFAയുടെ കേസിലും ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വേർട്ടിസസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് തന്നെയാണ്. ഇനി ഈ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് നമ്മൾ എപ്പോഴാണ് ഒരു എഡ്ജ് വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ദ എഡ്ജ് QI QJ വിത്ത് എ ലേബൽ A ഈസ് ഇൻ ദ ഗ്രാഫ് if and only if delta of QIA contains QJ. Delta of QIA means that we are giving the input signal A to the particular internal state QI. QI എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലെ മെഷീനിൽ നമ്മൾ A എന്ന ഇൻപുട്ട് സിഗ്നൽ നൽകുകയാണ്. സോ ലഭിക്കുന്ന ആൻസർ, അതായത് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് ഒന്നിലധികം ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് വരാം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ആ ഒന്നിലധികമുള്ള ഇൻറ്റേർണൽ സ്റ്റേറ്റ്സിൽ ഒന്ന് QJ ആണ് എങ്കിൽ QIയിൽ നിന്ന് QJയിലേക്ക് നമുക്കൊരു എഡ്ജ് വരയ്ക്കാവുന്നതാണ്. ആൻഡ് ദർ മേ ബി എഡ്ജസ് ലേബിൾഡ് ലാംഡ ഓൾസോ. ഓക്കെ, സോ ഈ കാണുന്ന എക്സാമ്പിൾ നോക്കിയാൽ Q0, Q1, Q2 മൂന്ന് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആണ് ഈ NFAക്ക് ഉള്ളത്. Q0 നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്. Q0 അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഡബിൾ സർക്കിൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. Q0 0ഉം 1ഉം ആണ് ഇവിടെ ക്യാപിറ്റൽ സിഗ്മയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. Q0ൽ നിന്ന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ എവിടെയും വരച്ചിട്ടില്ല. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. Q0ൽ നിന്ന് 1 കൊടുത്താൽ മെഷീൻ Q1ൽ എത്തിച്ചേരുമെന്നും Q1ൽ നിന്ന് 0 കൊടുത്താൽ അത് Q0ലേക്കും എത്തിച്ചേരാം, Q2ലേക്കും എത്തിച്ചേരാം. അതായത് ഡെൽറ്റ ഓഫ് Q1 0 എന്ന് പറയുന്നത് സെറ്റ് Q0 Q2 ആണ്. Q0ഉം Q2ഉം രണ്ട് ഇൻറ്റേർണൽ സ്റ്റേറ്റിലേക്കും മെഷീൻ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ലാംഡ എഡ്ജ് വരാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലുള്ള മെഷീന് പ്രത്യേകിച്ച് ഒരു സ്ട്രിങ്ങും നമ്മൾ നൽകിയിട്ടില്ല എങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നലും നൽകിയിട്ടില്ല എങ്കിലും മെഷീൻ Q2ലേക്ക് എത്തിച്ചേരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു മെൻ ബൈ ദ ലാംഡ എഡ്ജ് ഹിയർ. And a string is accepted by an NFA if there is some sequence of possible moves that will put the machine in a final state at the end of the string. ഈ കാണുന്ന NFA പ്രകാരം ഏത് സ്ട്രിങ് ആണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുക? ഫോർ എക്സാമ്പിൾ 001 എന്ന സ്ട്രിങ് നമ്മൾ Q0 നൽകിയെന്ന് വിചാരിക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ Q0 നേരിട്ട് Q2ൽ എത്താൻ പറ്റും ലാംഡയിലൂടെ. പക്ഷേ Q2ൽ എത്തിയാലും 0 എന്ന സ്ട്രിങ് ഇൻപുട്ട് Q2ൽ നൽകിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഇവിടെ തന്നിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ദിസ് സ്ട്രിങ് ഇസ് നോട്ട് accepted by this NFA. And what about this string 1010? Here you may see that if it gives 1 to Q0, it becomes Q1. The state becomes Q1.
So 1 0 1 0. Again it goes back to the internal state Q naught. അവസാനം ഈ സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ സിമ്പിൾ എത്തി നിൽക്കുന്നത് ക്യൂ നോട്ടിലാണ്. ക്യൂ നോട്ട് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ദിസ് സ്ട്രിങ് 1010 ഈസ് അക്സെപ്റ്റഡ് ബൈ ദിസ് NFA. ആൻഡ് ഹിയർ വി ഹാവ് സം എക്സാമ്പിൾസ്. ദിസ് NFA അക്സെപ്റ്റ്സ് ലാംഡ. ലാംഡേനെ അക്സെപ്റ്റ് പറയാൻ കാരണം ക്യൂ നോട്ട് എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു സ്ട്രിങ്ങും നൽകിയിട്ടില്ല എങ്കിൽ ക്യൂ നോട്ടിലുള്ള സ്റ്റേറ്റ് തന്നെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ദിസ് NFA അക്സെപ്റ്റ്സ് ലാംഡ. ദെൻ 1 0നെ അക്സെപ്റ്റ് ചെയ്യും, കാരണം ഇവിടെ 1 Q1ലേക്ക് പോയി Q1ൽ നിന്ന് 0 തിരിച്ച് Q നോട്ടിലേക്ക് എത്തി. സോ 1 0 അക്സെപ്റ്റ് ചെയ്യും. 1 0 1 0 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യും. 1 0 1 0 1 0 കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യും, എക്സെട്ര. ബട്ട് ഇറ്റ് ഡസൻറ്റ് അക്സെപ്റ്റ് 1 1 0. 1 1 0 കൊടുത്താൽ Q നോട്ടിൽ നിന്ന് 1 കൊടുത്താൽ Q1ൽ എത്തിച്ചേരും. Q1ൽ നിന്ന് 1 കൊടുത്താൽ അത് Q2ലേക്കാണ് പോകുന്നത്. Q2ൽ നിന്ന് 0 കൊടുത്താൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഈ ഗ്രാഫിൽ നമുക്കിവിടെ ഡിഫൈൻഡ് അല്ല. So this NFA doesn't accept 1 1 0. Similarly, it doesn't accept 1 0 1 1, etc. And here you may see that delta of Q1 0 equal to set Q naught Q2. ഈ കാണുന്ന NFA പ്രകാരം Q1 എന്ന സ്റ്റേറ്റിൽ 0 എന്ന ഇൻപുട്ട് സിഗ്നൽ നമ്മൾ നൽകിയാൽ ഈ എഡ്ജ് പ്രകാരം മെഷീൻ Q2ലേക്ക് എത്തിച്ചേരും. ഈ എഡ്ജ് പ്രകാരം Q നോട്ടിലേക്ക് എത്തിച്ചേരും. So delta of Q1 0 becomes Q2 Q naught. Set Q2 Q naught. which contains the final state Q naught. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫൈനൽ സ്റ്റേറ്റ് Q naught ആയതുകൊണ്ട് the string 1 0 is accepted. നമ്മളിവിടെ 1 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ അവസാനമായി എത്തി നിൽക്കുന്നത് Q നോട്ടിലാണ്. Q നോട്ട് ഒരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. Q1ൽ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് Q2ലേക്കും എത്താമായിരുന്നു. പക്ഷേ അത് Q നോട്ടിലേക്കും എത്താനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് 1 0 എന്നത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. There is a note here for an NFA, the extended transition functions delta star is defined so that delta star of QIW contains QJ if and only if there is a walk in the transition graph from QI to QJ labeled W. ഡെൽറ്റ സ്റ്റാർ ഓഫ് QIW എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് W എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ്. ഒന്നിലധികം ഇൻപുട്ട് സിഗ്നൽസ് ഉൾപ്പെടുന്ന ഒരു സ്ട്രിങ് ആണ് W. QI എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലെ മെഷീനിൽ W എന്ന സ്ട്രിങ് നമ്മൾ നൽകിയാൽ മെഷീൻ എത്തിച്ചേരുന്ന ഒന്നിലധികം ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതിൽ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് എങ്കിലും QJ ആണ് എങ്കിൽ ഡെൽറ്റ സ്റ്റാർ ഓഫ് QIWയിൽ QJ ഉണ്ടാകും എന്നർത്ഥം. ഓക്കെ, സോ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഫോർ ദ ഗിവൺ NFA ഫൈൻഡ് ഡെൽറ്റ സ്റ്റാർ ഓഫ് Q1A, ഡെൽറ്റ സ്റ്റാർ ഓഫ് Q2 ലാംഡ എക്സെട്ര. ഇതാണ് തന്നിരിക്കുന്ന NFA. ഈ NFAയിൽ ഫസ്റ്റ് പ്രോബ്ലം ഡെൽറ്റ സ്റ്റാർ ഓഫ് Q1A കാണുവാനാണ്. Q1 എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആണ്. Q1ൽ നമ്മൾ A എന്ന സിമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A എന്ന ഇൻപുട്ട് നൽകുക എന്ന് പറഞ്ഞാൽ Q1ൽ നിന്ന് മെഷീനിന് പ്രത്യേകിച്ച് ഒരു സിമ്പിളും നമ്മൾ നൽകിയിട്ടില്ല എങ്കിലും അത് Q2ൽ എത്തിച്ചേരും. അതായത് ലാംഡ എന്ന എഡ്ജിലൂടെ അത് Q2ൽ എത്തിച്ചേരും. Q2ൽ നിന്ന് വീണ്ടും ലാംഡ എഡ്ജ് വഴി അത് Q നോട്ടിൽ എത്തിച്ചേരും. Q നോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി A എന്ന സിമ്പിൾ നൽകണമെങ്കിൽ അത് A എന്ന എഡ്ജിലൂടെ അത് Q1 എന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരും. സോ Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന ഇൻപുട്ട് സിഗ്നൽ നൽകിയാൽ ഇവിടെ A എന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മൾ നൽകിയത് ലാംഡ A എന്നാണ്. എയോടുകൂടി എത്ര പ്രാവശ്യം നമ്മൾ ലാംഡ എവിടെയൊക്കെ യൂസ് ചെയ്താലും സ്ട്രിങ്ങിൽ വ്യത്യാസമില്ല. സോ ലാംഡ A എന്ന സ്ട്രിങ് ആക്ച്വലി A എന്ന സ്ട്രിങ് തന്നെയാണ്. ഇത് എൻഡ് ചെയ്യുന്നത് Q1ലാണ്. ഇനി ആക്ച്വലി ഞാൻ ഈ കാണുന്ന സ്ട്രിങ് ആണ് നൽകുന്നതെങ്കിൽ, അതായത് ലാംഡ A ലാംഡ എന്ന സ്ട്രിങ് ആണ് നൽകുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് ലാംഡ A ലാംഡ, അത് Q2ൽ എത്തിച്ചേരും. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q1Aയിൽ Q1 ഉണ്ടാവും, Q2 ഉണ്ടാവും. എഗെയിൻ ലാംഡ A ലാംഡ എന്ന് നൽകിയ സ്ട്രിങ്, ഈ സ്ട്രിങ്ങും ആക്ച്വലി A എന്ന സ്ട്രിങ് തന്നെയാണ്. കാരണം ലാംഡ എന്ന് പറഞ്ഞ ലെങ്ത് 0 ആയിട്ടുള്ള സ്ട്രിങ് ആണ്, എംപ്റ്റി സ്ട്രിങ് ആണ്. സോ ലാംഡ A ലാംഡ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓൾസോ ദ സ്ട്രിങ് A. സോ ഇറ്റ് ബിക്കംസ് Q1ൽ സ്റ്റാർട്ട് ചെയ്താൽ ലാംഡ A ലാംഡ ഇറ്റ് ഗോസ് ടു Q നോട്ട്. സോ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് അവസാനം എത്തി നിൽക്കുന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് Q1 ആവാം, Q2 ആവാം, Q നോട്ട് ആവാം. ആക്ച്വലി നമ്മൾ Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന സ്ട്രിങ് നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എയോടുകൂടി എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ലാംഡ എന്ന എംപ്റ്റി സ്ട്രിങ് യൂസ് ചെയ്യാം. അതോടുകൂടി മെഷീൻ ഈ 3 ഇൻറ്റേർണൽ സ്റ്റേറ്റിലേക്കും എത്തിച്ചേരും. നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ഡെൽറ്റ സ്റ്റാർ ഓഫ് Q2 ലാംഡ.
Q2 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ ലാംഡ എന്ന സിമ്പിൾ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ Q2 നിന്ന് ലാംഡ നൽകിയാൽ മെഷീൻ എത്തിച്ചേരുന്നത് Q0ലാണ്. ഇനി Q2 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ ലാംഡ നൽകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ട്രിങ്ങും നമ്മൾ നൽകുന്നില്ല എന്നാണ് അർത്ഥം. സോ ഫൈനൽ സ്റ്റേറ്റിൽ Q2 ഉണ്ടാവും, കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ട്രിങ്ങും നൽകുന്നില്ല എങ്കിൽ Q2 ഉണ്ടാകും. Q2 നിന്ന് ലാംഡ എന്ന എഡ്ജിലൂടെ Q0ലും എത്തിച്ചേരും. ഓക്കെ, പക്ഷേ Q0 നിന്ന് ഇനി Q1ലേക്ക് വരണമെങ്കിൽ A എന്ന ഇൻപുട്ട് സിഗ്നൽ വേണം, അതിവിടെ ഇല്ല. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q2 ലാംഡ ഇസ്, ലാംഡ എന്ന സ്ട്രിങ് ആണ് നൽകുന്നതെങ്കിൽ എല്ലായ്പ്പോഴും അത് നിൽക്കുന്ന സ്റ്റേറ്റ് എഴുതാൻ ഓർമ്മയുണ്ടാവണം. ദാറ്റ് ഈസ് Q2ൽ സ്റ്റാർട്ട് ചെയ്തു, Q2 എന്ന സ്റ്റേജ് ഉണ്ടാവും, പിന്നീട് ലാംഡ എന്ന എഡ്ജിലൂടെ Q0ലും എത്തും. സോ സെറ്റ് Q2 Q0. അനദർ വൺ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q2 AA. Q2 എന്ന സ്റ്റേറ്റിൽ A ആണ് നമുക്ക് നൽകേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് Q2 നിന്ന് A നൽകിയാൽ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ എനിക്ക് വേണമെങ്കിൽ ആദ്യം ലാംഡ കൊടുത്തു നോക്കാം. Q2 നിന്ന് ലാംഡ കൊടുത്തു, A എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ലാംഡ കൊടുത്തു. ലാംഡ കൊടുത്തുമ്പോൾ Q0ലെത്തി. Q0 നിന്ന് ഒരു A കൊടുത്താൽ അത് Q1ലെത്തും. ഇനി Q1 നിന്ന് A കൊടുക്കേണ്ടത് അവിടെ നമുക്ക് സിമ്പിളിൽ കാണിച്ചിട്ടില്ല. സോ ഞാൻ ലാംഡ കൊടുത്തു, എഗെയിൻ ഒരു ലാംഡ കൂടെ കൊടുത്തു, അപ്പോൾ അത് Q0ലെത്തി. വീണ്ടും ഒരു A കൂടെ കൊടുത്തു. ഇപ്പം നമ്മുടെ മെഷീൻ നിൽക്കുന്നത് Q1ലാണ്. 2 പ്രാവശ്യം A കൊടുത്തു കഴിഞ്ഞാൽ, അതായത് Q2 എന്ന സ്റ്റേറ്റിൽ 2 പ്രാവശ്യം നമ്മൾ A എന്ന ഇൻപുട്ട് സിഗ്നൽ നൽകിയാൽ, അതോടുകൂടി പലയിടത്തും നമ്മൾ ലാംഡ നൽകേണ്ടി വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം A നൽകിക്കഴിഞ്ഞാൽ ഇപ്പം മെഷീൻ നിൽക്കുന്നത് Q1ലാണ്. ഇനി ഈ കാണുന്ന സിഗ്നലോടുകൂടി എനിക്ക് വേണമെങ്കിൽ ഒരു ലാംഡയും കൂടി ഇടാം. അപ്പം നമ്മുടെ മെഷീൻ നിൽക്കുന്നത് Q2ലാണ്. വീണ്ടും ഒരു ലാംഡയും കൂടെ നൽകിയാൽ മെഷീൻ ഗോസ് ടു Q0. So delta star of Q2 AA becomes Q1, Q2 and Q0. Set Q0, Q0, Q1, Q2. സിമിലർലി അടുത്ത 2 എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0 A ആണ്. Q0 നിന്ന് A കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ Q1ലാണ് എത്തുക. പക്ഷേ A എന്ന സ്ട്രിങ്ങിന് പകരം എനിക്ക് വേണമെങ്കിൽ A ലാംഡ എന്ന് കൊടുത്താലും A എന്ന സ്ട്രിങ് തന്നെയാണ്. സോ അത് Q2ലെത്തും. ഇനി A ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ അത് Q0 തന്നെ എത്തും. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0 A is set Q1, Q2, Q0. Similarly, you can note that delta star of Q1 lambda is set Q1, Q2, Q0. Another example, for the given NFA, find delta star of Q0, 1011, etc. The NFA is this. I'll explain only the first one. Delta star of Q0, 1011. This is Q0. Q0ൽ 1 ആണ് ആദ്യം നൽകേണ്ടത്. പക്ഷേ 1, യെസ്, ഹിയർ ഇറ്റ് ഇസ് എഡ്ജ് 1. Q0ൽ നിന്ന് 1 കൊടുത്തു. ദെൻ 0 നൽകണം. 0 നൽകണമെങ്കിൽ നമുക്ക് Q1ൽ നിന്ന് Q2ലേക്ക് ഈ കാണുന്ന 0 എന്ന എഡ്ജിലൂടെ പോവാം. അതല്ലെങ്കിൽ ഈ 0 കൊടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന 0 കൊടുത്തു നോക്കാം. സോ ഇറ്റ് ഈസ് 1 0. എഗെയിൻ 1 1 ആണ് ഇനി നൽകേണ്ടത്. സോ ഇറ്റ് ഈസ് 1 1 1 0 1 1. മെഷീൻ എത്തിച്ചേരുന്നത് Q2ലാണ്. സോ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് നമ്മൾ എഴുതിച്ചേരുന്ന ഈ കാണുന്ന സിമ്പിൾ അവസാനിക്കുന്ന ഒരു സ്റ്റേറ്റ് Q2 ആണ്. ഇനി Q2ൽ അവസാനിച്ച ആ സിമ്പിളിൻ്റെ കൂടെ ഒരു ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ അത് Q0ലെത്തും. സോ അനദർ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഹിയർ ഇസ് Q0. സെറ്റ് Q2 Q0 വന്നു കഴിഞ്ഞു. ഇനി ഈ കാണുന്ന 1011 മറ്റേതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഹിയർ ഇറ്റ് ഈസ് 1 0 0 കൊടുത്താൽ ഇവിടെ എത്തിച്ചേരും. ഇനി Q2ൽ നിന്ന് 1 കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ലാംഡയിലൂടെ ഇവിടേക്ക് പോയി നോക്കാം. സോ ഇറ്റ് ഈസ് 1 0 ലാംഡ, ദെൻ 1 0 ആണ് ഇനി നൽകേണ്ടത്. ഇറ്റ് ഈസ് 1 0 എത്തിച്ചേരുന്നത് Q2ലോ അല്ലെങ്കിൽ Q1ലോ തന്നെയായിരിക്കും. ഓക്കെ, സോ ഹിയർ Q2ലോ Q0ലോ ആയിരിക്കും. സോ ഇറ്റ് ഈസ് സെറ്റ് Q2 Q0. സോ ഇവിടെ 1011 എന്ന സ്ട്രിങ് മറ്റൊരു വിധത്തിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഹിയർ ഇറ്റ് ഈസ് 1 0, ദെൻ ലാംഡ നൽകേണ്ടി വരും. 1 0 ലാംഡ 1 0 എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏത് സ്റ്റേജ് ചെയ്താലും സെറ്റ് Q0 Q2 ആയിരിക്കും ഈ ട്രാൻസിഷനിലെ ആൻസറായിട്ട് വരുന്നത്. അതുപോലെ അടുത്ത 3 എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ സെക്ഷനിൽ DFA കൺസ്ട്രക്ട് ചെയ്തതുപോലെ ഹിയർ വി ആർ ആസ്ക്ഡ് ടു ഡിസൈൻ ആൻ NFA വിത്ത് നോ മോർ ദാൻ 5 സ്റ്റേറ്റ്സ്. NFAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പല വിധത്തിൽ NFA ഡിഫൈൻ ചെയ്യാൻ പറ്റും. DFA പോലെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മെത്തേഡ് മാത്രമേ പറ്റൂ എന്നില്ല. NFA നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് വരച്ചെടുക്കാൻ പറ്റും. കാരണം NFA വരയ്ക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് A ഇവിടെ കൊടുത്തു, B എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്താൽ എങ്ങോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. സോ ദർ ആർ മെനി വേസ് ടു ഡിസൈൻ ആൻ NFA.
പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 സ്റ്റേറ്റ്സിൽ അധികം, 5 ഇൻറ്റേർണൽ സ്റ്റേറ്റ്സിൽ അധികം വരാത്ത രീതിയിലുള്ള ഒരു NFA കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നോക്കേണ്ടത് ഈ കാണുന്ന ലാംഗ്വേജ് AB ആൻഡ് ABA. ഈ ടൈപ്പ് സിഗ്നൽസ് അല്ലെങ്കിൽ സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം ഈ കാണുന്ന സ്ട്രിങ് നോക്കാം. AB സ്റ്റാർട്ട് ചെയ്തു. Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യൽ സ്റ്റേജ് ആണിത്. ഇവിടെ A കൊടുത്തു, ദെൻ B കൊടുക്കണം, A കൊടുക്കണം, ദെൻ B⁴n ഫോമിൽ വരണം. സോ അത് നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിൽ വരച്ചു വയ്ക്കുന്നു. ആദ്യം A കൊടുത്തു, ദെൻ Q1 എത്തിച്ചേർന്നു, Q1 നിന്ന് B കൊടുത്തു, Q2 എഗെയിൻ A കൊടുത്തു, Q3 അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് A വരെ കൊടുത്തു. ഇനി B⁴n ആണ്. n >= 0 എന്ന് പറഞ്ഞതുകൊണ്ട് =0 ആവാം. അതായത് B⁴ വരാം. B⁴ എന്ന് ഇവിടെ ലാംഡ ആയിപ്പോയി. സോ ABA എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. സോ ABA എന്ന സ്ട്രിങ് എത്തിച്ചേരുന്നത് Q3 അതിനെ നമ്മൾ അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആക്കി വരച്ചു വെച്ചു. ഇനി ഈ സ്റ്റേജിൽ എത്ര പ്രാവശ്യം B റിപ്പീറ്റ് ചെയ്താലും അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടണം. കാരണം B⁴n എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ ലൂപ്പ് വരച്ചു B⁴n. സോ ഈ ഭാഗം കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? B⁴n ഫോമിലുള്ള എല്ലാ സിഗ്നൽസും ഇവിടെ Q3 എന്ന സ്റ്റേജ് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് വേണ്ടത് ABA⁴n ഫോമിലുള്ള സിഗ്നൽസും അക്സെപ്റ്റ് ചെയ്യപ്പെടണം. സോ നമ്മളിവിടെ A വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ B കൊടുത്തു കഴിഞ്ഞിട്ട് Q2 നമ്മൾ ഇൻറ്റേർണൽ സ്റ്റേറ്റിനെ Q2 എന്ന സ്റ്റേറ്റിനെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കി മാറ്റിയെന്ന് വിചാരിക്കാം. അപ്പം വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ Q2 അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ AB എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടും. അതിവിടെ കുഴപ്പമൊന്നുമില്ല. AB എന്ന സ്ട്രിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് തന്നെയാണ്. സോ ABA⁴n എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ Q0 നിന്ന് A കൊടുത്തു, B കൊടുത്തു, Q2 എത്തിച്ചേർന്നു. Q2 നിന്ന് ഇനി A എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. സോ Q2 നമ്മൾ ഇത്തരം ഒരു ലൂപ്പ് വരച്ചാൽ ഇവിടെ A എന്ന് കൊടുത്താലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ട്രിങ്ങും ഈ കാണുന്ന NFA പ്രകാരം ABA⁴n അതായത് A⁴n എന്ന് തന്നെ കാണിച്ചാൽ മതി. ABA⁴n അക്സെപ്റ്റ് ചെയ്തു, ദെൻ ABA⁴n, ദെൻ ഹിയർ ഇറ്റ് ഈസ് B⁴n. അത്തരത്തിലുള്ള സ്ട്രിങ്സ് കൂടെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഈ കാണുന്ന NFA നമ്മൾ എഴുതിയാൽ AB A², ഇതുപോലുള്ള സ്ട്രിങ്സും ഈ കാണുന്ന NFA പ്രകാരം അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് വരച്ചിട്ട് നമ്മൾ സ്ട്രിങ് കംപ്ലീറ്റ് ആക്കാം, നമ്മൾ NFA കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? AB കഴിഞ്ഞിട്ട് A⁴n കാണിക്കാൻ വേണ്ടി പുതിയൊരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് വരയ്ക്കുന്നു. Q2 നിന്ന് A കൊടുത്തു കഴിഞ്ഞാൽ Q3 നമ്മൾ ആദ്യത്തെ ടൈപ്പ് സ്ട്രിങ്സ് എല്ലാം തന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. വീണ്ടും Q2 നിന്ന് A കൊടുത്താൽ Q4 പോവാം. ഇവിടെ നമ്മൾ ലൂപ്പ് വരയ്ക്കുന്നു. A എന്ന ലേബൽ വെച്ചുകൊണ്ടുള്ള ലൂപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ABA⁴n ഫോമിലുള്ള എല്ലാ സ്ട്രിങ്സും ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇനി ഇവിടെ വേണ്ടത് n0 ആവാം. അതായത് വെറും AB എന്ന സിമ്പിളും അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് വരച്ചു? B എന്ന സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് Q4 എത്തുന്നവരത്ത് കൊടുത്തു കഴിഞ്ഞാൽ AB എന്ന സ്ട്രിങ്ങും ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇത് ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രമാണ്. ഇത് തന്നെ നിങ്ങൾക്ക് പല വിധത്തിൽ NFAs വരയ്ക്കാൻ പറ്റും. പക്ഷെ വരയ്ക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പ്രോബ്ലം, കൺസ്ട്രക്ട് ആൻ NFA വിത്ത് 3 സ്റ്റെപ്സ്. 3 ഇൻറ്റേർണൽ സ്റ്റേജസ് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. വിച്ച് അക്സെപ്റ്റ് ദ ലാംഗ്വേജ് ABC സ്റ്റാർ. ഇതിൻ്റെ അർത്ഥം AB എന്ന സ്ട്രിങ്ങിൻ്റെയും ABC എന്ന സ്ട്രിങ്ങിൻ്റെയും എങ്ങനെയുള്ള കോമ്പിനേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാമെന്ന് അർത്ഥം. അതായത് AB ABC AB AB ABC ഇത്തരത്തിൽ AB ABC എന്നതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്ന എല്ലാ സ്ട്രിങ്ങും അക്സെപ്റ്റ് ചെയ്യപ്പെടണം. സ്റ്റാർ എന്ന് എഴുതി അതിൽ ലാംഡ ഒരു സ്ട്രിങ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ABയുടെയും ABCയുടെയും കോമ്പിനേഷൻസ് ആണ് അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടത്. AB അക്സെപ്റ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് നമ്മൾ എന്ത് വരച്ചു? Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു. A കൊടുത്തു, Q1 B കൊടുത്തു, Q2 ഫസ്റ്റ് സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുക. ഇപ്പോൾ Q2 എത്തി നിൽക്കുന്നത്. Q2 ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ അത് Q0 തന്നെ വരുന്ന വിധത്തിൽ വരയ്ക്കാം. നമുക്ക് 3 സ്റ്റേജസേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയത്. Q2 ലാംഡ കൊടുത്താൽ Q0 Q0 അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആക്കി മാറ്റി. സോ AB എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഈ AB എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യപ്പെടും.
Q2ൽ സി എന്ന ഇൻപുട്ട് കൊടുത്താലും അത് Q0ൽ എത്തിച്ചേരുന്നുണ്ട്. സോ എ ബി സി എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടും. സോ എ ബിയുടെയും എ ബി സിയുടെയും ഏത് കോമ്പിനേഷൻ എടുത്താലും ഈ കാണുന്ന NFA അക്സെപ്റ്റ് ചെയ്യും. മറ്റ് ഒരു സ്ട്രിങ്സിനെയും ഈ NFA അക്സെപ്റ്റ് ചെയ്യുകയില്ല. സോ ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് NFA ടു ദ പ്രോബ്ലം. Next problem is a similar one. Find an NFA with 4 states for L equal to set of all a raised to n such that n greater than or equal to 0, union set of all b raised to n a such that n greater than or equal to 1. So first we consider the strings of the form a raised to n. So we make Q0 as the accepting state because lambda is a string in this collection, because n equal to 0 also consider ചെയ്തു കഴിഞ്ഞാൽ a raised to 0 will be lambda. സോ ലാംഡ എന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് തന്നെ അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കണം. ഇപ്പം നമ്മൾ എ കൊടുത്തു കഴിഞ്ഞാൽ Q1 എന്ന സ്റ്റേറ്റിലെത്തുന്നു. എ അക്സെപ്റ്റ് ചെയ്യേണ്ട സ്ട്രിങ് ആണ്. സോ Q1നെ അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആക്കി മാറ്റി. Q1ൽ എത്ര പ്രാവശ്യം നമ്മൾ എ കൊടുത്താലും അതെല്ലാം തന്നെ അക്സെപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ നിൽക്കുന്നു. സോ എ റേസ് ടു എൻ എന്ന ഏതൊരു സ്ട്രിങ്ങും ഈ കാണുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആക്കി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ബി റേസ് ടു എൻ എ ഫോമിലുള്ള സ്ട്രിങ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ Q0 നിന്ന് ബി ആണ് കൊടുക്കുന്നതെങ്കിൽ Q2 എന്ന സ്റ്റേജിലെത്തുന്നു. അവിടെ നമ്മൾ ബി എന്ന എഡ്ജ് ലൂപ്പായിട്ട് വരച്ചു കഴിഞ്ഞാൽ ബി റേസ് ടു എൻ ഫോമിലുള്ള സ്ട്രിങ്സ് Q2ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബി റേസ് ടു എൻ എ ഫോമിലുള്ള സ്ട്രിങ്സ് ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട സ്ട്രിങ്സ്. സോ ബി റേസ് ടു എൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അക്സെപ്റ്റിംഗ് സ്റ്റേജ് ആക്കി മാറ്റി. സോ ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് NFA. സോ നൗ ഐ തിങ്ക് യു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ strings which are accepted by a given NFA. So these are some exercise problems for you. Check whether these strings are accepted by this NFA or not. For example, I will explain the first one. Consider string 0 0. Here in Q0, if I give 0, it becomes the stage Q1. Again, if I give 0, there are two possibilities. One of them is it may goes to Q2 or it may goes to Q0. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0 0 0. Q0 എന്ന സ്റ്റേജിൽ നമ്മൾ 0 0 എന്ന സ്ട്രിങ് കൊടുത്താൽ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0 0 0 ബിക്കം സെറ്റ് Q0 Q2. ആൻഡ് നൺ ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ആർ ദ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് ഇസ് Q1. Q1 doesn't belongs to this set. Therefore, this string is not accepted. So try the similar problems given here and state whether these strings are accepted by the given NFA.